This news is brought to you by സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. സ്വാതന്ത്ര്യ ദിനാചരണത്തിന്റെ ഭാഗമായി ചുണ്ട പകൽ വീട്ടിൽ വയോജന സംഗമവും പുതിയ മെമ്പർഷിപ്പ് വിതരണവും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോമോൾ ജോസഫ് നിർവഹിച്ചു. പകൽ വീട് പ്രസിഡന്റ് എം കെ രാജേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 4-ാം വാർഡ് മെമ്പർ കെ സി ലക്ഷ്മണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ കെ കുഞ്ഞിരാമൻ ആദ്യ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങി. തുടർന്ന് എൻ കെ തമ്പാൻ, സി കെ രാജേഷ് മാസ്റ്റർ, ശ്രീകല തമ്പാൻ, സ്വപ്ന പി സി, പി സുധാകരൻ മാസ്റ്റർ, ലതാ രവി എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു. പകൽ വീട്ടിലേക്ക് ആയയെ നിയമിക്കുക, വാഹന സൗകര്യം ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന് നിവേദനം നൽകാൻ യോഗം തീരുമാനിച്ചു. കൂടാതെ പകൽ വീടിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി മൈക്ക് സെറ്റ്, വ്യായാമ ഉപകരണങ്ങൾ, ചുറ്റുമതിൽ എന്നിവ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്തിനും നിവേദനം നൽകും. അതുപോലെ ഈ യോഗത്തിന് എല്ലാവരും ആശംസകളും ഞാനും ഇപ്പം തന്നെ പെട്ടെന്ന് വിളിച്ചതാണ്. അതുകൊണ്ട് ഒന്നും ഒരു പ്രശ്നമൊന്നുമില്ല. എങ്കിൽ കൂടെയും എല്ലാവർക്കും ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഒത്തിരി സന്തോഷമുണ്ട് ഒരുപാട് അച്ഛന്മാരെ അമ്മമാരെയൊക്കെ കാണാൻ കഴിഞ്ഞതിൽ. പിന്നെ പകൽ വീടിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാത്തിനും എല്ലാവിധ സഹകരണം ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ്. അതോടൊപ്പം എല്ലാവിധ ആശംസകളും ജനനി റെസിഡൻസ് അസോസിയേഷൻ്റെ പേരിൽ നേരുകയും ചെയ്യുന്നു. ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി പങ്കെടുക്കാൻ വന്നപ്പോൾ തന്നെ വളരെ സന്തോഷപൂർവ്വം ആ പരിശീലിച്ച നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇവിടെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കമ്മിറ്റിയുടെ ഉൾപ്പെട്ട ശ്രീ ലക്ഷ്മണ മെമ്പർ, നമ്മുടെ 4-ാം വാർഡ് മെമ്പർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ആശംസിക്കുകയാണ്. കൂടാതെ 5-ാം വാർഡ് മെമ്പർ അവരെ ഇവിടത്തേക്ക് ക്ഷണിച്ചിരുന്നു. അവരിപ്പോൾ വിവരം അറിയിച്ചിട്ടുണ്ട്. എത്താൻ വൈകും പരിപാടി തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പഞ്ചായത്തിൽ എന്തോ പരിപാടി നടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സമയം കളയാതെ നമ്മുടെ പരിപാടി ഇവിടെ ആരംഭിക്കാം. സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ, നമ്മുടെ വാർഡ് മെമ്പർ, എല്ലാവരും ഉണ്ട്. കൂടുതലൊന്നും പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിന് തന്നെ ഈ പ്രവർത്തനത്തെ കുറിച്ചുള്ള കാലഘട്ടം നമുക്ക് അറിയാം. ഇതിൻ്റെ കിട്ടാൻ കുറിച്ച് ആൾക്കാർക്ക് നമുക്കറിയാം. ഇല്ലെങ്കിലും കാണുമ്പോൾ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ മനസ്സിലുണ്ട്. ഇത് സ്ഥാപനം നശിച്ചു പോകരുന്നുള്ള ചിന്തമാണ് നമ്മുടെ മനസ്സിലുള്ളത്. ഇത് ആൾക്കാരില്ല എങ്കിൽ ഒത്തിരി ആൾ പിന്നിലുണ്ട്. നമ്മൾ ഈ ചിന്ത പ്രവർത്തിച്ച ആളുണ്ട്. ഇത് പകുതി ആളുകളൊന്നും വന്നാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ കഴിയും. അതിനകത്ത് ഒരു അഭിമാന പ്രശ്നമായി തോന്നരുത്. നിങ്ങളുടെ വീട്ടിലുള്ള എന്ത് വിഷയങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാൻ കഴിയുന്നത് വേദിയായിട്ട് തന്നെ കണ്ടാവും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ മനസ്സിൽ പ്രയാസമില്ല. നമുക്ക് പരമാവധി ആൾക്കാർ വരിക, ഇതുമായിട്ട് സഹകരിക്കുക. ഇത് ഭക്ഷണം കഴിക്കണമെന്ന് നോക്കുമ്പോൾ അങ്ങനെയൊന്നും നമുക്ക് സാധ്യതയില്ല. ഇവിടെ സഹകരിക്കുക, കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള പ്രവർത്തനമാണ് ഇനി ഉണ്ടാവേണ്ടതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ആശംസ നേരുന്നു. ഒരു ആശംസാ പ്രസംഗം നടത്താനുള്ള അല്ല ആദ്യമായി നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അതിന് മുമ്പായിട്ട് ഈ സ്ഥാപനത്തെപ്പറ്റി 2 വാക്ക് പറയാൻ പല കാര്യങ്ങൾ മനസ്സിലാക്കും എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. കാരണം ഇത് ഉണ്ടാക്കുന്ന സമയത്ത് വലിയ ആത്മാർത്ഥമായിട്ട് കുറച്ച് ആൾക്കാർ മുൻകൈ എടുത്തുകൊണ്ട് ഈ സ്ഥാപനം തയ്യാറാക്കി. അന്നത്തെ ആ ആവേശം ഇന്ന് ആർക്കില്ല. പിന്നെ ഇവിടെയുള്ള ആൾക്കാർക്ക് വേറൊരു
ഒരു ഇതുണ്ട്. കാരണം ഈ അഗതികൾക്കുള്ളതാണോ എന്നൊരു സംശയം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അകത്തിപ്പെട്ടതാണോ അതൊക്കെ ഒന്നും ധൈര്യമില്ലാത്ത മനുഷ്യനാണോ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴൊരു ധാരണ പലർക്കുണ്ട്. കാരണം ഏറ്റവും താഴ്ന്ന നിലയിൽ എത്തേണ്ട ഒരവസ്ഥയാണ് അഗതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് നിലയിൽ അങ്ങനെയൊരു പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടോ എന്നതിന് സംശയമില്ല. കാരണം അതുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ വരാതിരിക്കുന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗതികൾ കൊടുക്കുന്ന വാക്കുകളാണ്. അങ്ങനെയൊന്നും അല്ല ഇത്. അത് രാജേഷ് മാഷ് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ട് എൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നു. ലോകത്തിൻ്റെ അധ്യക്ഷൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, അതുപോലെ തന്നെ നമ്മുടെ KC ലക്ഷ്മണേട്ടൻ പാർട്ടി മെമ്പർ, ജനാമേട്ടൻ, പാർലമെൻറ്റിൻ്റെ സെക്രട്ടറി, സമ്പാദകൻ, പ്രിയമുള്ളവരെ, നമ്മുടെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ ഉദ്ദേശം പ്രധാനമായിട്ടും പകൽ വീടിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ പോകണം എന്നുള്ളതാണ്. മെച്ചപ്പെട്ടതെന്ന് വെച്ചാൽ ഇപ്പം മോശമായിട്ട് പോകുന്നു എന്നുള്ളതല്ല അർത്ഥം. ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ ദിവസവും നമ്മളിത് തുടങ്ങിയതിന് ശേഷം ഇതുവരെ എല്ലാ ദിവസവും വളരെ ഭംഗിയായിട്ട് ഈ ഒരു പകൽ വീട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും നമ്മളിപ്പോൾ സംസാരിക്കേണ്ടതില്ല. അതിനെക്കുറിച്ചൊക്കെ ഇവിടെ കൃത്യമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. നമ്മുടെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 2020 കാലഘട്ടത്തിലാണ് ഇതിൻ്റെ ഒരു പ്രാരംഭ പ്രവർത്തനം ആരംഭിച്ചത്. വായനശാലയ്ക്ക് വേണ്ടി ഒരു സ്ഥലമായിരുന്നു ആദ്യം 10 സെൻറ്റ് എടുത്തിരുന്നത്. അപ്പോൾ വായനശാലയേക്കാൾ ഇപ്പോൾ അത്യാവശ്യമുള്ളത് നമ്മുടെ വയോജനങ്ങൾക്ക് ഇരിക്കാനുള്ള ഒരു സംവിധാനമാണ് എന്നുള്ള രീതിയിൽ ഇതിൽ നിന്നും ഏകദേശം 5 സെൻറ്റോളം പകൽ വീടിന് വേണ്ടി എഴുതി കൊടുത്തു. പകൽ വീടെന്ന് വെച്ചാൽ ബ്ലോക്ക് പഞ്ചായത്തിന് എഴുതി കൊടുത്തു. അങ്ങനെ ബ്ലോക്ക് പഞ്ചായത്താണ് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടിക്ക് MTP നൂറുദ്ദീനായിരുന്നു അന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. അദ്ദേഹം അന്നേരത്തെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്ന ജമീലിയ കോളേജത്ത് ഇവരുടെയൊക്കെ സഹായപ്രകാരം നമ്മളിങ്ങനെ ഇവിടെ ഒരു ചെറിയ സംവിധാനം ഒരുക്കി. നമ്മളൊരു 10 ആൾക്കാരെ മാത്രമായിരുന്നു ഇവിടെ ഉദ്ദേശം കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി ആരംഭിച്ചത്. ആദ്യ സമയങ്ങളിൽ 5, 6, 7 അംഗങ്ങളൊക്കെ ഇവിടെ വന്നു പോയിക്കൊണ്ടുണ്ടായിരുന്നു. അതിൽ 2-3 ആൾക്കാർ അവരുടെ മക്കളുടെ വീട്ടിലേക്കൊക്കെ മാറിയത് കൊണ്ട് ഇവിടെ നിന്ന് പോയി മാറിയൊരു കാര്യമുണ്ട്. എന്നാൽ ഇപ്പോഴും കുറച്ച് കാലമായിട്ട് ഇവിടെയുള്ള അംഗങ്ങളുടെ എണ്ണം കുറവാണ്. നമ്മളിത് ഉദ്ദേശിക്കുന്നത് തീരെ വേദിയിലും സദസ്സിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹനിധികളായ നാട്ടുകാരെ, ഇന്ന് നമ്മുടെ രാജ്യം ചരിത്രത്തിലെ ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിൽ ഇന്ന് നമ്മളിവിടെ സന്നിഹിതരായിരിക്കുന്നത്. നമ്മുടെ രാജ്യം 70ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ ഞാൻ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമ്മളെ ഒന്നോ 2 മാസങ്ങളെ കൊണ്ട് നമുക്ക് ലഭിച്ചതല്ല. അർപ്പണ മനോഭാവവും ആത്മവിശ്വാസവും ആവശ്യത്തിന് ഫലമായിട്ടാണ് ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യവും സമത്വവും സന്തോഷവും എല്ലാം അനുഭവിക്കുന്നത്. എന്നാൽ ഓരോ സ്വാതന്ത്ര്യദിനം നാം സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. ഫോൺ 9400 062 912.